സന്യാസിയാവാൻ തീരുമാനിച്ചു വന്ന ശിഷ്യനോട് ഗുരു ചോദിച്ചു, നീ പ്രണയിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു, അയ്യോ ഇല്ല ഗുരു, ഒരിക്കലും ഒരു സ്ത്രീയെ പോലും നിന്റെ ഹൃദയത്തിൽ നിനക്ക് സ്ഥാനം നൽകാൻ സാധിച്ചിട്ടില്ലേ, നീ പ്രണയിച്ചിട്ടില്ലേ, ഒരിക്കൽ പോലും. അപ്പോൾ അവന് ഗുരു ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങിയപ്പോൾ അവൻ അസ്വസ്ഥനായി. അവൻ പറഞ്ഞു, ഗുരു, എനിക്ക് സ്ത്രീകളെ ചിന്തിക്കുന്ന തന്നെ എനിക്ക് വയ്യ, ഞാൻ ചിന്തിക്കാറ് പോലും ഇല്ല എന്ന് പറയാം. അപ്പോൾ ഗുരു പറഞ്ഞു, മോനെ, നിന്നെ ശിഷ്യനാക്കുന്ന കാര്യത്തിൽ ഞാൻ അശക്തനാണെന്ന് പറയാം. കാരണം ഒരാളെപ്പോലും പ്രേമിക്കാത്ത, നിന്റെ ഹൃദയം ഒരിക്കൽ പോലും പ്രേമത്തിന് വേണ്ടിയിട്ട് അത് അനുഭവിക്കാൻ തയ്യാറാവാത്ത നിന്നെ ഞാൻ എങ്ങനെ സന്യാസിയാക്കും? നാരദര് ഭക്തിക്ക് നിർവചനം നൽകുമ്പോൾ പറയുന്നത്, അഥാതോ ഭക്തിം വ്യാഖ്യാസ്യാമഹ, ഞങ്ങൾ ഭക്തിയെ വ്യാഖ്യാനിക്കാം, ഭക്തി എന്താണെന്ന് ഞങ്ങൾ പറയാം. എന്നിട്ട് പറയണത് എന്താണെന്നറിയോ? സാത്തു അസ്മിൻ പരമപ്രേമരൂപ, അതാകട്ടെ, അവളാകട്ടെ നസാന, ആ ഭക്തിയാകട്ടെ പരമപ്രേമരൂപ, പരമമായ പ്രേമമാണത്. അപ്പോൾ ഒരാൾക്ക്, ഒരു പുരുഷന് ഒരു സ്ത്രീയോട് പ്രേമം ജനിക്കുന്നുവെങ്കിൽ ആ പ്രേമത്തെ, അതിൻ്റെ ഒരു ട്രയൽ വേർഷനാണത്. പിന്നെ അത് ഈ വിശ്വത്തോട് മുഴുവൻ വ്യാപിപ്പിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നാരദർ അതിൻ്റെ നിർവചനം നൽകി പിന്നീട് പറയും, ന കാമയമാന, അത് ഏതെങ്കിലും പ്രത്യേക ഒരു താല്പര്യത്തോടു കൂടി മാത്രമുള്ളതല്ല എന്ന് പറയാം. യൽ ലബ്ധ്വാ പുമാൻ സിദ്ധോ ഭവതി അമൃതോ ഭവതി തൃപ്തോ ഭവതി. വാസ്തവത്തിൽ വേദാന്ത ശാസ്ത്രം പറയുന്നത്, ആ പ്രേമമുണ്ടെങ്കിലാണ്, ആ പ്രേമം ജനിച്ചു കഴിഞ്ഞാലാണ് ഒരുവൻ തൃപ്തനാകുന്നത്, അവന് കിട്ടേണ്ടത് കിട്ടിയതാകുന്നത്. യൽ ലബ്ധ്വാ പുമാൻ സിദ്ധോ ഭവതി അമൃതോ ഭവതി, അതാണ് ആ വിശ്വപ്രേമം. അതുകൊണ്ട് നമ്മളിലൊക്കെ പ്രേമിക്കാനുള്ള, സകലതിനെയും പ്രേമിക്കാനുള്ള, കേവലം ഒരു പുരുഷൻ ഒരു സ്ത്രീയോട് മാത്രം ചുറ്റപ്പെട്ട് നിൽക്കാതെ, ആ പ്രേമം, എനിക്ക് അവളോട് തോന്നുന്ന, എനിക്ക് അവനോട് തോന്നുന്ന ആ പ്രേമം ഈ വിശ്വത്തോട് മുഴുവൻ, വിശ്വത്തിൽ മുഴുവൻ വ്യാപിപ്പിക്കുക. അപ്പോഴാണ് നമ്മൾ വിശ്വാമിത്രന്മാരാവുക.